MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കൈത്താങ്ങിൽ സ്വപ്നഭവനം ഒരുങ്ങി. വള്ളിത്തോട് പെരിങ്കിരിയിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ മുഹമ്മദ് കടാംകോട്ട് നിർവഹിച്ചു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഭവനമാണ്. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. നമുക്ക് ആഹാരം വേണം, അതുപോലെ തന്നെ നമുക്ക് ഒരു ഭവനം വേണം, വീട് വേണം, ഷെൽട്ടർ വേണം, നമുക്ക് വസ്ത്രം വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് ആവശ്യങ്ങളിൽ ഒന്നായ വീട്, ഷമീറിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വീട്ടിക്കൂടലിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇവിടെ 6 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നത് വലിയ സന്തോഷം നൽകുന്നു. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ ഞാൻ നാടിനു വേണ്ടിയും കേരളത്തിലെ സർക്കാരിന് വേണ്ടിയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുകയാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലച്ചനിലിടമില്ല. അത് നമ്മൾ കേട്ട ഗാനങ്ങളുടെ വരികളാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധ തലങ്ങളിൽ ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാവരും ചേർന്ന പരിശ്രമങ്ങൾ ഒട്ടേറെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇനിയും വീടില്ലാത്തവർ നിരവധി പേരുണ്ട്. അവരെ സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ പണമുണ്ടായാൽ മാത്രം പോരാ, സന്മനസ് കൂടി അതിന് ഏറ്റവും അത്യാവശ്യമാണ്. മമ്മൂഞ്ഞിക്കായെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും ഈ കുടുംബം MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന വലിയ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്നു. അദ്ദേഹം പള്ളി പണിതു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മകൻ്റെ വീട്ടിൽ കൂടലിനോടൊപ്പം തന്നെ 6 പേർക്ക് വളരെ മനോഹരമായ വീടാണ്. പായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ബിജു സ്വാഗതം പറഞ്ഞു. ഒരു വലിയൊരു സ്വപ്ന പദ്ധതി പോലെ നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു തീർച്ചയായും നമ്മളൊരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ആഗ്രഹം പണ്ടേ ഉണ്ട്, എന്നാലും ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷേ ഇത്രയും ഒരുമിച്ചുണ്ടാക്കിയിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഇതിൽ അപ്പം ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയാണ്? സന്തോഷം? എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ആൾക്കാർക്കൊക്കെ ഒന്നും കൂടുതൽ കൊടുക്കാൻ പറ്റാതൊരു വിഷമമേ ഉള്ളൂ. ആ വിഷമം നമ്മളേതായാലും അടുത്ത് തീർക്കും. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് തീർക്കും. അതിനുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ അപ്പം എൻ്റെ രണ്ടാമത്തെ മോൻ്റെ വീട്ടിൽ കൂടൽ 13-നാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണിത് ചെയ്യുന്നത്. ആ ഒരു വീടൊക്കെ എടുക്കുന്നതോടുകൂടി ഒരു 5-6 ആൾക്ക് ഇപ്പം സർക്കാരും 5-6 ആൾക്കും കൂടെ ഒരു വീടൊന്നും ഇല്ലാത്തവർക്കും കൂടെ വീട് വേണം എന്നുള്ളൊരു ആശയം കൂടിയപ്പോഴാണ്